നമസ്കാരം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോലീസിലെ അഴിച്ചുപണിയും സ്ഥലമാറ്റവും നടക്കാനിരിക്കെ നിരവധി ആരോപണങ്ങൾ നേരിടുന്ന എസ്.പിയെ കണ്ണൂരിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം തകൃതി. പോലീസ് അസോസിയേഷന്റെ കൂടി ഒത്താശയോടെ ഇതിനുള്ള ശ്രമങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. പോക്സോ അട്ടിമറിയുടെ പേരിൽ ഈ ഉദ്യോഗസ്ഥനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. രാത്രികാലങ്ങളിൽ വനിതാ പോലീസുകാരുടെ ഫോണിലേക്ക് സന്ദേശം അയച്ചതിന്റെ പേരിൽ അന്വേഷണം നേരിടുകയാണ് ഇയാൾ. 2 വനിതാ എസ്ഐമാർ തെളിവ് സഹിതം പരാതി നൽകിയിട്ടും അന്വേഷണം ഇഴയുകയാണ്. അതിനിടെ പരാതി നൽകിയവരെ കൊടുക്കാനുള്ള നീക്കവും നടക്കുന്നു. മധ്യ കേരളത്തിലെ ഒരു മന്ത്രിയുടെ അതീവ വിശ്വസ്തനാണ് ഈ എസ്.പി. അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ പേര് പറഞ്ഞാണ് വിലസുന്നത്. ഒടുവിൽ മന്ത്രി തന്നെ പ്രതിക്കൂട്ടിലായെന്ന് വന്നപ്പോഴാണ് കൈവിട്ടത്. എന്നാലും കൈവിടൽ പൂർണ്ണമായിരുന്നില്ല. നിലവിൽ അപ്രധാന തസ്തികയിൽ എസ്.പിയാണ്. പോക്സോ കേസ്, കസ്റ്റഡി മർദ്ദനം എന്നിവയുടെ അട്ടിമറി, സ്വന്തം വാഹനം അപകടത്തിൽപ്പെട്ടപ്പോൾ കാൽനട യാത്രക്കാരന്റെ കുഴപ്പമാക്കി മാറ്റി കേസെടുക്കുക, വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് രാത്രികാലങ്ങളിൽ വാട്സാപ്പ് സന്ദേശം അയക്കുക എന്നിങ്ങനെ നിരവധി ആരോപണങ്ങൾ നേരിടുന്നയാളാണ് ഇയാൾ. തെക്കൻ ജില്ലകളിൽ പോലീസ് അസോസിയേഷനുകളുമായി ഇടയുകയും നേതാക്കളെ ഒതുക്കുകയും ചെയ്തയാളാണ് എസ്.പി. ഇദ്ദേഹത്തെയാണ് കണ്ണൂരിൽ എത്തിക്കാൻ അസോസിയേഷൻ ശ്രമിക്കുന്നത് എന്നാണ് അറിയുന്നത്. പോക്സോ അടക്കം അട്ടിമറി നടത്തിയതിന് മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ച ഉദ്യോഗസ്ഥനെ സ്വന്തം ജില്ലയിൽ എത്തിക്കാൻ നടത്തുന്ന നീക്കം മുഖ്യമന്ത്രി ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്നാണ് സൂചന. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ഈ ഉദ്യോഗസ്ഥനെ എത്തിക്കുന്നതത്രേ.